അന്ധന്മാർ മൂകന്മാർ ബധിരന്മാരിങ്ങനെ യജമാനർ കൊട്ടുമ്പോൾ തുള്ളിയിടുന്നോർ. യജമാനർ കൊട്ടുമ്പോൾ താളം തെറ്റിടാതെ അടിവച്ച് തുള്ളുന്നോരടിയാളന്മാർ. അന്ധന്മാർ മൂകന്മാർ ബധിരന്മാരിങ്ങനെ യജമാനർ കൊട്ടുമ്പോൾ തുള്ളിയിടുന്നോർ. യജമാനർ കൊട്ടുമ്പോൾ താളം തെറ്റിടാതെ അടിവച്ച് തുള്ളുന്നോരടിയാളന്മാർ. എല്ലാവർക്കും നമസ്കാരം. ആരും ദയവ് ചെയ്ത് പാട്ടുപാടി തോൽപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കാരണം ഞാനൊരു പാട്ടുകാരനല്ല. അതിന്റെ സാരാംശം മാത്രം നോക്കിയാൽ മതി. അന്ധന്മാർ, മൂകന്മാർ, ബധിരന്മാർ. അന്ധന്മാരെ പോലെ, മൂകന്മാരെ പോലെ, ബധിരന്മാരെ പോലെ യജമാനർ കൊട്ടുമ്പോൾ ആ കൊട്ടുന്ന താളത്തിനൊത്ത് തുള്ളുന്ന അടിയാളന്മാർ. പണ്ടെങ്ങോ പാണൻ പാടിയ പാട്ട് എന്ന് വിലയിരുത്താമെങ്കിലും ഇന്നും ഈ വരികളുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഈരടികൾ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് ഭാരത് ബന്ദായിരുന്നു. ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചു. അത് ഏതാനും ദളിത് സംഘടനകൾ ചേർന്നിട്ടാണ് ഈ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. പക്ഷെ ഭാരത് ബന്ദ് കേരളത്തെ ഒഴിവാക്കി. കേരളം ഭാരതത്തിന്റെ ഭാഗം ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം ഭാരത് ബന്ദിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയത്. എന്തുമാകട്ടെ, പക്ഷെ കേരളത്തിലെ ചില ദളിത് സംഘടനകൾ ഒഴിവാകാൻ തയ്യാറായില്ല. അവര് ഭാരത് ബന്ദിനെ വെട്ടിച്ചുരുക്കി അത് കേരള ഹർത്താലാക്കി മാറ്റി. അപ്പൊ ഹർത്താൽ എവിടെയെങ്കിലും നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കേരളം സുഗമമായി ഇന്നത്തെ ദിവസം മുൻപോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച ചില വീരശിരോമണികൾ കേരളത്തില് അത് കേരള ഹർത്താലാക്കി വെട്ടിച്ചുരുക്കി ആഘോഷിച്ചു എന്ന് വരുത്തി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദളിത് സംഘടനകൾ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചത്? ഈ അടുത്ത കാലത്ത് ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സുപ്രീം കോടതിയുടെ വിധി എന്താണ്? പട്ടികജാതി പട്ടികവർഗത്തിലെ സാമ്പത്തികമായിട്ട് മുന്നോക്കം എത്തിയ ആളുകളെ ഒഴിവാക്കിയിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ പട്ടികജാതിയിൽ ഇന്നും ആ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കാത്ത ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. മേൽത്തട്ടുകാരെ, പട്ടികജാതി പട്ടികവർഗത്തിലെ മേൽത്തട്ട് വിഭാഗത്തെ കണ്ടെത്തി അവരെ ഈ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിന് ക്രീമി ലെയർ എന്ന് പറയുന്ന ആ സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങളും ഈ ലിസ്റ്റിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അതാത് സംസ്ഥാനങ്ങൾക്കൊക്കെ തീരുമാനിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. ആ വിധിക്ക് എതിരെയാണ് ഭാരത് ബന്ദ് ഒരു വിഭാഗം ദളിത് സ്നേഹികൾ എന്ന് വിളിക്കപ്പെടുന്ന ദളിത് ദ്രോഹികൾ നടപ്പിലാക്കിയത്. എന്താണ് കോടതിയുടെ ഉദ്ദേശം? സംവരണ തത്വം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടണം. സംവരണം, അതിന്റെ പ്രയോക്താക്കൾ എന്താണോ സംവരണം കൊണ്ട് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം ആ വിഭാഗത്തിൽപ്പെട്ട, ആ പട്ടികയിൽ വരുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ലഭിക്കണം, ലഭ്യമാകണം എന്നുള്ളതാണ് കോടതി ഉത്തരവിന്റെ ഉദ്ദേശം. പക്ഷേ
പല ജാതി നേതാക്കന്മാരും ഇവിടെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട വാദം? ഒന്ന്, സംവരണ തത്വം ശരിയായ രീതിയിൽ അർത്ഥപൂർണമായി നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ട് ക്രീമി ലെയർ പാടില്ല. ചില നേതാക്കന്മാർ പറയുന്നു ഉപജാതികളുടെ ലിസ്റ്റാണ് എടുക്കേണ്ടത്, ഉപജാതികളുടെ ലിസ്റ്റ് എടുക്കണം. അങ്ങനെ, അതായത് ജാതി അടിസ്ഥാനത്തിൽ നാളിതുവരെ ഈ സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്ത ജാതികളെ കണ്ടെത്തണം. അങ്ങനെ പട്ടികജാതി ലിസ്റ്റിൽ ജാതി വിഭജനം ഉണ്ടാക്കുന്നു എന്നാണ്. ഇതെത്ര വിചിത്രമായ വാദമാണ്. പട്ടികജാതി ലിസ്റ്റിൽ ജാതി വിഭജനം ഉണ്ടാക്കുന്നു പോലും ഈ സുപ്രീം കോടതിയുടെ വിധി. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. കാരണം ഈ പട്ടികജാതി എന്ന് പറയുന്നത് തന്നെ കുറെ ജാതികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ജാതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ പരമ്പരാഗതമായിട്ട് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ് ജാതി എന്ന് പറയുന്നത്. അതൊരു സംസ്കാരമാണ്. അത് തൊഴിലുമായിട്ടും ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഒരു ജീവിത ശൈലിയാണ് ജാതി എന്ന് പറയുന്നത്. അതായത് പട്ടികജാതി ലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ജാതി ലിസ്റ്റാണ്. ഈ ജാതികൾ പരസ്പരം സാംസ്കാരികമായിട്ടും പരമ്പരാഗതമായിട്ടും ചരിത്രപരമായിട്ടും വിഭിന്ന തലങ്ങളിൽ നിൽക്കുന്ന സമൂഹങ്ങളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെറു സമൂഹങ്ങളാണ്. അവരെ ഈ ജാതിയായിട്ട് തിരിച്ചിരിക്കുന്നത് തന്നെ തൊഴിലിന്റെയും ജീവിത നിലവാരത്തിന്റെയും സാംസ്കാരിക നിലവാരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവര് ആ നിലവാരത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇന്നും ആ ജാതികളായി തന്നെ നിലനിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. അങ്ങനെ ആ ജാതികളായി തന്നെ നിലനിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയാണ് ഈ SC ST എന്ന് പറയുന്ന ആ ലിസ്റ്റ്. അപ്പൊ ഈ ജാതിയെ വീണ്ടും ഇനി ജാതീയമായിട്ട് ഭിന്നിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോടതി വിധി കൊണ്ട് ജാതിയെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ പറ്റുമോ? ഈ ജാതികൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? സംഘർഷം ഉണ്ടാകാം. എങ്ങനെയാണ്? SC ST വിഭാഗത്തിൽ വരുന്ന ജാതികളെ ജാതികളായി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സംവരണത്തെ പകുത്തു കൊടുത്താൽ ഈ ജാതികൾ തമ്മിൽ തല്ലുണ്ടാകും. ഇപ്പോ പറയ വിഭാഗമുണ്ട്, പുലയ വിഭാഗമുണ്ട്, അങ്ങനെ നിരവധി ജാതികൾ അതിനകത്തുണ്ട്. ഇപ്പൊ പറയർക്ക് ഇത്ര ശതമാനം, പുലയർക്ക് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് തിരിക്കുകയാണെങ്കിൽ ജാതികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഈ ജാതികളിൽ ഇപ്പൊ പുലയ സമുദായത്തിൽ പുലയ ജാതിയിൽപ്പെട്ട ആളുകൾ സമ്പന്നരും അതിസമ്പന്നരുമായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ സംവരണത്തിന്റെ ആവശ്യമില്ല. അതേസമയം ഈ പുലയരിൽ തന്നെ അതിദരിദ്രരും സംവരണത്തിന്റെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നാളിതുവരെ ലഭിക്കാത്ത ഒരു വിഭാഗം ആളുകളുമുണ്ട്. അപ്പോ അങ്ങനെയുള്ള അതിസമ്പന്നരെയും ദരിദ്രരെയും കണ്ടെത്തണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ കണ്ടെത്തിയതിനു ശേഷം അതിലെ പാവപ്പെട്ട ആളുകൾക്ക് സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ തുടർന്ന് കൊടുക്കണം. അപ്പോഴാണ് സംവരണം ഭരണഘടനയിൽ എഴുതി ചേർത്ത ആളുകൾ ഉദ്ദേശിച്ച അതിന്റെ സമ്പൂർണമായ ഫലത്തിലേക്ക്, ഗുണത്തിലേക്ക് അത് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് SC ST വിഭാഗത്തിലെ സമ്പന്നരെ ഒഴിവാക്കി പാവപ്പെട്ടവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കത്തക്ക രീതിയിൽ അത് പുനഃക്രമീകരണം നടത്തണം, ഒരു സബ് ക്ലാസിഫിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടെ പ്രചരിപ്പിക്കുന്നതോ ജാതിയെ ഭിന്നിപ്പിക്കുന്നു, ജാതിയെ തമ്മിലടിപ്പിക്കുന്നു, ജാതി സംവരണം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. എങ്ങനെയാണ് ജാതി സംവരണം അവസാനിപ്പിക്കാൻ ഉള്ള നീക്കമാകുന്നത്? സംവരണം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാതെ ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും അവസാനം നിൽക്കുന്നയാള് പോലും ആ സംവരണത്തിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ജീവിത നിലവാരം ഉയർത്തുന്ന കാലമത്രയും ഈ സംവരണം നിലനിൽക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട്. അല്ലാതെ ഇടയ്ക്ക് ഒരു കോടതി വിധിയിലൂടെയോ ഇടയ്ക്ക് ഒരു ഗവൺമെന്റോ കയറി വന്നുകൊണ്ട് ഇല്ലാതാക്കാൻ നോക്കിയാൽ നടക്കുന്നതല്ല ജാതി സംവരണം. അപ്പോ ഈ ഭാരത് ബന്ദ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഇവര്? ഈ സമുദായങ്ങൾ, ഈ സമുദായ സംഘടനകൾ, ഈ സമുദായ സംഘടനാ നേതാക്കൾ
തത്വത്തിൽ യഥാർത്ഥത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ കൂടെയാണോ നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിന്ന് ഈ ഹർത്താൽ നടത്തിയത്? ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണോ? ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പാവപ്പെട്ടവനെ തെരഞ്ഞെടുത്ത് സംഭരണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് സംഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് കോടതി പറഞ്ഞത്. അതല്ലേ ക്രീമി ലെയർ എന്ന് പറയുന്നത്. ആ സമൂഹത്തിലെ സമ്പന്നരെ കണ്ടെത്തി സമ്പന്നരെ മാറ്റി നിർത്തിയിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങി. ആ ഒന്നാം തലമുറയിൽപ്പെട്ട ആളുകൾ വാങ്ങി, രണ്ടാം തലമുറയിൽപ്പെട്ട അവരുടെ തന്നെ മക്കൾ സംഭരണം വാങ്ങുന്നു. അപ്പൊ സമ്പന്നരും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളവരും IAS, IPS, ഡോക്ടർമാര്, വക്കീലന്മാര്, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഉദ്യോഗ സ്ഥാനങ്ങളിൽ, സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന തരത്തിലുള്ള ജോലികൾ, അതുപോലെ MP-മാർ, MLA-മാർ, ഇങ്ങനെ സംഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ പിൻപറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടവരേറെയുണ്ട്. ആ രക്ഷപ്പെട്ടവർ തന്നെ വീണ്ടും വീണ്ടും ഈ സംഭരണ അവകാശങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളിലേക്കും, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളിലേക്കും ആ സംഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ എത്താതിരിക്കുകയും സംഭരണം അർത്ഥശൂന്യമായി പോവുകയും ചെയ്യും എന്നുള്ളിടത്താണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ദരിദ്രരെ കണ്ടെത്തണമെന്നും അതിലെ അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ മാറ്റി നിർത്തണമെന്നും കോടതി പറയാനായിട്ടുണ്ടായ സാഹചര്യം. അപ്പൊ പിന്നെ ഇവരാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ നടത്തിയത്? ഈ ബന്ദ് നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പൊ ഇപ്പോഴും ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ ആനുകാലിക സംഭവ വികാസങ്ങളെ കൃത്യമായി അറിയാതെ ആരോ എന്തൊക്കെയോ പറയുമ്പോ കൊടിയുമെടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ മണ്ടത്തരം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അന്ധന്മാരെ പോലെ, മൂകന്മാരെ പോലെ. അന്ധന്മാർ കാണുന്നില്ല, മൂകന്മാർ സംസാരിക്കുന്നില്ല. അപ്പൊ അന്ധന്മാരും മൂകന്മാരും ബധിരന്മാരും ചെവി കേൾക്കാത്ത പൊട്ടന്മാരും, കേൾവിയില്ല, കാഴ്ചയില്ല, ഒരു തരത്തിലുമുള്ള സമൂഹത്തിൽ നടക്കുന്ന കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അതിന്റെ സത്യസന്ധതയോടെ, അതിന്റെ യഥാർത്ഥ വശങ്ങളോടെ നോക്കിക്കാണാൻ കഴിയാത്ത ഒരു വിഭാഗം ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു ഈ വിഭാഗത്തിൽ എന്നുള്ളത് ലജ്ജാവകം തന്നെയാണ്. അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറാകാതെ, എന്താണ് കോടതി ഉദ്ദേശിച്ചത്, എന്താണ് ആ വിധിയുടെ ഉള്ളടക്കം എന്നുപോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കൊടിയുമെടുത്ത് തെരുവിലേക്കിറങ്ങിയേക്കാണ് ഭാരതത്തെ ബന്ധിപ്പിക്കാൻ, കേരളത്തെ ഹർത്താലിൽ മുക്കാൻ, ഈ പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവഹേളിക്കാൻ, ആ സോഷ്യൽ സ്റ്റാറ്റസ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ? ഈ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ കലാപത്തിലേക്കും സംഘർഷത്തിലേക്കും വലിച്ചിഴയ്ക്കുന്നത് ആരാണ്? ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ ശക്തിയെ തിരിച്ചറിയേണ്ടതാണ് ഈ രാജ്യത്തെ പട്ടികജാതി സമൂഹം. എന്തിനാണ് പണക്കാരായ ആളുകൾ, പണക്കാരായ പട്ടികജാതിക്കാർക്ക് വീണ്ടും വീണ്ടും സംഭരണത്തിന്റെ ആനുകൂല്യം എന്തിനാണ്? പാവപ്പെട്ട ആളുകളാണ് പറയേണ്ടത്. ഈ സംഭരണത്തിന്റെ ആനുകൂല്യം നാളിതുവരെ ലഭിക്കാത്ത ആളുകൾ ചിന്തിക്കണം. ഇപ്പൊ പുലയ സമുദായം, ഞാനൊരു പുലയ സമുദായ അംഗമാണ്. പുലയ സമുദായ അംഗത്തെ, ഒരു പുലയ സമുദായത്തിൽ തന്നെ എത്രയോ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്. എനിക്ക് കിട്ടിയ ഒരു അവസരം തട്ടിത്തെറിപ്പിച്ച കാര്യം ഞാൻ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോ ഇതൊരു സാമൂഹ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ വിപത്തല്ലേ ഈ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത്? വസ്തുതകളായി ചർച്ച ചെയ്യാതെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണകൂടങ്ങൾ നോക്കിയിരിക്കുന്നത് ശരിയല്ല. ഭരണകൂടങ്ങൾ അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. തെറ്റായ കാര്യമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കോടതി വിധിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. കോടതി വിധിയെ അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നീതിക്ക്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെതിരെ നമ്മൾ നീങ്ങുക തന്നെ വേണം, അതിനെ വിമർശിക്കുക തന്നെ വേണം. കോടതി ഒന്നും വിമർശനങ്ങൾക്ക് അതീതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല.
വിമർശിക്കുക തന്നെ വേണം. പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതി നടപടിക്കെതിരെ ഒരു സമരം, കോടതിയിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട് എങ്കിൽ അതിന് കോടതിയെ സമീപിക്കുകയല്ലേ വേണ്ടത്, നിയമപരമായിട്ട് നേരിടുകയല്ലേ വേണ്ടത്, അല്ലാതെ തെരുവിലേക്ക് ഇറങ്ങുകയാണോ വേണ്ടത്? കോടതി വിധിക്കെതിരെ തെരുവിൽ കിടന്ന് സമരം ചെയ്തിട്ട് എന്താണ് കാര്യം? അത് നിയമപരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമല്ലേ? നിയമപരമായിട്ട് പരിഹരിക്കേണ്ട വിഷയം നിയമപരമായിട്ട് എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർ നേരിടാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് നേരിടാൻ തയ്യാറാകാതെ ഈ പാവപ്പെട്ട ആളുകളെ വലിച്ച് റോഡിലേക്കും സമരത്തിലേക്കും ബഹളത്തിലേക്കും എവിടെയെങ്കിലുമൊക്കെ ലാത്തി ചാർജ് നടന്നോ എന്ന് എനിക്കറിയില്ല. നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ തല്ലുകൊണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്? IPS-കാരും IAS-കാരുമായിട്ടുള്ള പട്ടികജാതിക്കാർ ഇറങ്ങി വരുന്നുണ്ടോ കൊടി പിടിക്കാനായിട്ട്? ഇറങ്ങി വരുന്നുണ്ടോ? ഇപ്പൊ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ ആരാണ് കൊടി പിടിച്ചുകൊണ്ട് ഇറങ്ങിയത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ പെൻഷനേഴ്സ് ആയിട്ടുള്ള ആളുകളാണോ? അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കിയ ആരെങ്കിലും കൊടി പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആർക്ക് വേണ്ടിയിട്ടാണോ കോടതി വിധിച്ചത് ആ ആളുകളാണ് കോടതി വിധിക്കെതിരെ സമരവുമായിട്ട് കൊടിയും പിടിച്ച് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വിചിത്രമായ സംഭവം. സുപ്രീം കോടതി പറഞ്ഞത് ഈ പാവപ്പെട്ടവൻ ആനുകൂല്യം കിട്ടണമെന്ന് തന്നെയാണ്. ആ പാവപ്പെട്ട ലിസ്റ്റിൽ വരുന്ന ആളുകളാണ് കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയത്. അപ്പൊ ഇവർ അന്ധന്മാരാണോ? മൂകന്മാരാണോ? ബധിരന്മാരാണോ? വിവേചനശേഷി ഉള്ളവരാണോ? കാര്യഗൗരവത്തോടെ വിഷയങ്ങളെ സമീപിക്കുന്നവരാണോ? ഇതുതന്നെയല്ലേ ഈ അവശതയ്ക്ക് കാരണം, ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം? ഇത് അവഹേളനപാത്രമാവുകയല്ലേ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുൻപിൽ? ഇതെന്നാണ് ഈ സമൂഹം തിരിച്ചറിയുക? തങ്ങൾ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടുകയാണെന്ന്, ചതിക്കപ്പെടുകയാണെന്ന് ഈ സമൂഹം ഇനി എന്നാണ് തിരിച്ചറിയുക? തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാവുമോ? ഇവിടെ അവഹേളിക്കപ്പെടുന്നത് ഡോക്ടർ അംബേദ്കറാണ്, അയ്യങ്കാളിയാണ്. 10 BA-ക്കാരെ കണ്ടിട്ട് മരിക്കണമെന്നാണ് അയ്യങ്കാളിയുടെ ആത്യന്തികമായിട്ടുള്ള സ്വപ്നം എന്നത്. പക്ഷെ 10ന്റെ സ്ഥാനത്ത് ആയിരക്കണക്കിന് BA-ക്കാരും MBA-ക്കാരും MBBS-കാരും IAS-കാരും IPS-കാരും ഒക്കെ ഉണ്ടായി ഈ സമൂഹത്തിൽ. അവരുടെ സേവനം ഈ സമൂഹത്തിന് ഈ നാൾ വരെ കിട്ടിയിട്ടുണ്ടോ? ഈ പട്ടികജാതി സമൂഹത്തിന് ഇന്നും പലരും ഉദ്യോഗ സംവരണ സീറ്റിൽ ഇരിക്കുന്ന പലർക്കും പട്ടികജാതി സ്വന്തം സമുദായം ഏതാണെന്ന് പറയാൻ മടിയല്ലേ? അപ്പൊ അത്രമാത്രം ഈ സമൂഹവുമായിട്ടുള്ള ബന്ധം മാറി നിൽക്കുകയാണ് ഈ സമ്പന്നരായിട്ടുള്ള പട്ടികജാതിയിൽ നിന്ന് സംവരണത്തിന്റെ ആനുകൂല്യങ്ങളെ പറ്റി സമ്പന്നരായിട്ടുള്ള ആളുകൾ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അവരോട് ആരോടും ദേഷ്യമുണ്ടായിട്ട് പറയുന്നതല്ല. എന്തുകൊണ്ട്? നമ്മളിലെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൂടി ഈ ആനുകൂല്യങ്ങളുടെ ഗുണഫലം കിട്ടേണ്ടതല്ലേ? നിങ്ങൾ സമ്പന്നരായിട്ടുള്ള ആളുകൾ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന്റെ ഒന്നും ഭാഗം ഷെയർ ചെയ്യണ്ട. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പത്തിന്റെ ഒന്നും ഷെയർ ചെയ്യണ്ട. പക്ഷെ അവർക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആ നിയമപരമായിട്ട് കിട്ടേണ്ട ആനുകൂല്യം പറ്റി നിങ്ങൾ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയ ആളുകളാണ്. അപ്പോൾ സ്വന്തം സഹോദരന്റെ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് അത് കിട്ടട്ടെ എന്ന് വിചാരിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്തി ചില ദളിത് നേതാക്കന്മാർക്ക് പിച്ച കാശ് കൊടുത്ത് ഒരു കലാപം ഉണ്ടാക്കുകയാണോ വേണ്ടത്? എത്ര വിചിത്രമായ സംഭവമാണ്. എന്നാണ് ഈ ജനത ഇത്തരം കള്ളത്തരങ്ങളെയും കൊള്ളക്കാരെയും ഒക്കെ തിരിച്ചറിയുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഈ ബന്ദ് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ബന്ധാണ്. അനാവശ്യമായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇന്ന് നടന്ന ഈ സമരം എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണോ കോടതി സംസാരിച്ചത്, അവര് ആ കോടതിക്കെതിരെ സമരവുമായിട്ട് ഇറങ്ങുന്ന വിചിത്രമായ ഒരു കാഴ്ച. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോ ഈ അന്ധന്മാരായിട്ടുള്ള ആളുകൾ എന്നാണ് കണ്ണു തുറക്കുക? എന്നാണ് ഡോക്ടർ അംബേദ്കറുടെയും അയ്യങ്കാളി യജമാനന്റെയും ഒക്കെ ആത്മാവ് സന്തോഷിക്കുക? 10 BA-ക്കാരെ കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച അയ്യങ്കാളി ഇന്ന് കരയുന്നുണ്ടാകും. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ അംബേദ്കറും അയ്യങ്കാളിയും ഇന്ന് അവരുടെ ആത്മാക്കൾ ഇന്ന് കരയുന്നുണ്ടാവും. ഈ ഗതികേടിലേക്ക് ഈ സമൂഹം പോകുന്നത് കണ്ടിട്ട് ബോധമില്ലാത്തവരായിട്ട്, ചിതറിയവരായിട്ട്, തകർന്നവരായിട്ട് വീണ്ടും വീണ്ടും തകർച്ചയിലേക്കും കഷ്ടതയിലേക്കും ഇവർ
ബോധപൂർവം നടന്നെടുക്കുന്നത് കണ്ടിട്ട് ഉള്ള ബോധം കൊണ്ട് കരയുന്നുണ്ടാകും അവര്. അപ്പൊ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ഹർത്താല് തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു ഹർത്താലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സ്വപ്നം കണ്ട ഒരു വലിയ ഭാരതം, ആ ഭാരത സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് തുല്യത ഉറപ്പുവരുത്തുന്ന ജാതിരഹിത സമൂഹം സ്വപ്നം കണ്ട ഒരു അംബേദ്കറും അയ്യങ്കാളിയും അതുപോലെ സാമൂഹിക പരിഷ്കർത്താക്കളും ഒരു ജാതിരഹിത സമൂഹമാണ് ഇവിടെ സ്വപ്നം കണ്ടത്. ജാതിക്ക് അതീതമായിട്ടുള്ള ഒരു സമൂഹത്തെ ഇവിടെ വളർത്തിയെടുക്കണം എന്നാണ് അംബേദ്കറും അയ്യങ്കാളിയും സ്വപ്നം കണ്ടത്. അപ്പൊ അതിൽ പട്ടികജാതിക്കാർ മാത്രമല്ല, ഇത്തര സമുദായങ്ങളും വരും. അതിനകത്ത് ബ്രാഹ്മണർ വരും, നായർ വരും, ഈഴവർ വരും, ക്രിസ്ത്യാനികൾ വരും, മുസൽമാന്മാർ വരും, സിഖുകാർ വരും, ജൈനർ വരും, ബുദ്ധർ വരും. എല്ലാ വിഭാഗം ആളുകളും അവരുടേതായ മതിൽക്കെട്ടുകൾ ഭേദിച്ച് ഭാരതീയൻ എന്നുള്ള ആ ഒരു സംജ്ഞയിൽ ഒന്നിക്കണം. അതിനല്ലേ അവർ ശ്രമിച്ചത്. അവരാർക്കെതിരെയാണ് മുദ്രാവാക്യം വിളികൾ? ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത്? ഇതര സമുദായങ്ങൾക്കെതിരെ. ഇത്തരം സമുദായങ്ങൾക്കെതിരെയാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അപ്പൊ ജാതി സംഘർഷങ്ങളാണ് ഇവിടെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഇവർ ഇവിടുത്തെ നായരെയും ഈഴവരെയും അതുപോലെ ബ്രാഹ്മണരെയും ഒക്കെ എതിരെ ഇവർ ശബ്ദിക്കുമ്പോ ഇത് ജാതി ഐക്യമാണോ ഉണ്ടാവുക? ജാതി തമ്മിലുള്ള അകലം കൂടുകയാണോ ചെയ്യുക? ഇതാണോ ഡോക്ടർ അംബേദ്കർ കണ്ട ഭാരതം? സമത്വസുന്ദരമായ ഭാരതം ഇതാണോ? ജാതി ജാതിയോട് ഏറ്റുമുട്ടുന്ന ഭാരതമാണോ അംബേദ്കർ സ്വപ്നം കണ്ടത്, അയ്യങ്കാളി സ്വപ്നം കണ്ടത്? ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഒരു വിഭാഗം ആളുകളെ ഇതര ജാതിയോട് ഏറ്റുമുട്ടിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പണിയെടുക്കുന്നതാണ്. അതിന്റെ ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പൊ ഇത്തരം വിചിത്രമായ സംഭവങ്ങൾ, അത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് ആസൂത്രിതമായിട്ട് നടക്കുകയാണ്. ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതാരാണ് ഇതിന്റെ പിന്നിൽ? ഈ സുപ്രീം കോടതിയുടെ വിധി പഠിക്കാതെ ആ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ ഇളക്കി വിട്ടവരാരാണ് എന്ന് ഇവിടുത്തെ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട്. വിദേശ ശക്തികളുടെ ഫണ്ട് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ കേന്ദ്ര ഏജൻസികളും മറ്റും ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു ശ്രദ്ധയുണ്ടാകണം എന്നും മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ദയവ് ചെയ്ത് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വസ്തുതകളെ പഠിക്കാനും ഏതൊരു വിഷയത്തിന്റെയും പ്രചരണത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് മനസ്സിലാക്കാനുമെങ്കിലും ശ്രമിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.